ഇന്ന് കുക്കറിൽ കുഴിമന്തി ഉണ്ടാക്കാം. അതിനായി ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1.5 മാഗി ക്യൂബ്, 2 ടേബിൾ സ്പൂൺ മന്തി മസാല, അരമുറി നാരങ്ങയുടെ നീര്, ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മാത്രം മതി, മാഗി ക്യൂബിൽ നല്ല ഉപ്പുള്ളതാണ്. 4 തക്കാളി അരച്ചത്, 1 ടേബിൾ സ്പൂൺ ബട്ടർ എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി കളർ വേണമെങ്കിൽ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 30 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി ഇതിലേക്കുള്ള 4 കപ്പ് അരി കഴുകി കുതിരാനായി വെള്ളമൊഴിച്ച് 20 മിനിറ്റ് മാറ്റിവെക്കാം. അരി വേവാനായി വെള്ളം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ചെറിയ 3-4 പീസ് പട്ട, 5-6 ഏലക്ക, 6 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ മല്ലി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് തിളയ്ക്കുമ്പോൾ അരിയിട്ട് വേവിക്കാം. ഇനി കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് 2 പച്ചമുളക്, 2 പീസ് പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 4 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഈ സമയം കൊണ്ട് ചോറ് ഇവിടെ പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഇത് കോരി അരിപ്പയിലേക്ക് മാറ്റാം. ചിക്കൻ കുറച്ചൊന്ന് വെന്താൽ ഇതിൽ നിന്ന് കുറച്ച് അരപ്പ് കോരി മാറ്റാം. ഇത് ചോറ് ദമ്മിടുമ്പോൾ ഒഴിക്കാനാണ്. ഇനി ചോറ് ഇതിലേക്കിട്ട് പകുതിയായാൽ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് വീണ്ടും ചോറിട്ട് അരപ്പൊഴിച്ച് 3 പച്ചമുളക് ഇതിലേക്ക് വെച്ച് കുറച്ച് ചാർക്കോൾ കത്തിച്ച് വെച്ച് ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വിസിലിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരും വരെ വേവിക്കാം. ഇനി ഇത് ആവിയെല്ലാം പോയ ശേഷം തുറക്കാം. ചോറും ചിക്കനും എല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ കുക്കർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.